അപ്പോൾ നമുക്ക് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് ആഡ് ഫോട്ടോയിലൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്തു. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കട്ടൗട്ട് എന്നൊരു സംഭവം കാണുന്നത്, ഈ കട്ടൗട്ട് അതിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് പോകും. ബാക്ക്ഗ്രൗണ്ട് പോയി പിന്നെ നമുക്ക് ഈ ഫോട്ടോ സൂം ഔട്ട് ചെയ്യാനും സൂം ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ക്യാൻവാസ് 16:9 ആണ് നമ്മുടെ ക്യാൻവാസ്. ആ ക്യാൻവാസിൽ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സൈസിൽ വരും. പിന്നെ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം. അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓൺ, ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു ബ്ലറായിട്ട് കാണും. പിന്നെ ഈ കളേഴ്സ്, അടിയിലുള്ള കളേഴ്സ് ഉണ്ടല്ലേ, ആ കളേഴ്സിൽ ഏതെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് കളർ വരും. പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഒരു കളർ ഓപ്പണായി വരുള്ളൂ. കണ്ടോ, ഞാനൊരു ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ കളർ ഓപ്പണായി. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളേഴ്സൊക്കെ അവിടെ ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ താഴോട്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു ബോർഡറൊക്കെ വേണം, ഈ കളറിൻ്റെ ചേഞ്ച് ആക്കണം, വൈറ്റ് കളർ വേണം, ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ അടിയിലുള്ളത് ഈ സംഭവങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ പല പല കളേഴ്സ് വരും. അതങ്ങനെ ഞാനൊരു ക്യൂട്ട് ലുക്ക് എന്ന് പറഞ്ഞ് അടിച്ചു. പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ കൊണ്ടുവന്നിടാം. ജസ്റ്റ് ഞാൻ വെറുതെ സ്റ്റിക്കേഴ്സ് ഇടുന്ന കാണിക്കുന്നു. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് അത് പോരാൻ തോന്നിയപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഞാനൊന്ന് വീണ്ടും ബ്ലാക്ക് കളറിൽ ചേഞ്ച് ചെയ്തു. അങ്ങനെ ജസ്റ്റ് ക്യൂട്ട് ലുക്ക് എന്നുള്ളൊരു നല്ല ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്തു. തമ്പുരിയിൽ ചെയ്യാൻ അറിയാത്ത തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, എക്സ്പീരിയൻസ് പേഴ്സണുള്ളതല്ല. അങ്ങനെ ഇതൊന്ന് ഡ്രാഫ്റ്റിലേക്ക് സേവ് ചെയ്യുക. അവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.